ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. സദൃശ്യവാക്യങ്ങൾ 20-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ചില വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ലേഖകൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. അപ്പോൾ ദയാലുവായവരെ നമുക്ക് ഈ ലോകത്തിൽ കണ്ടെത്തുവാൻ കഴിയും, ദയ കാണിക്കുന്നവരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പക്ഷേ അവിടെ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യം, വിശ്വസ്തനായ ഒരു മനുഷ്യനെ ആർ കണ്ടെത്തും? വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസ്തനായ ഒരു മനുഷ്യനെ കണ്ടെത്തുവാൻ വളരെ പ്രയാസമാണ് എന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, വിശ്വസ്തനായ ഒരു മനുഷ്യനെ ആർ കണ്ടെത്തും? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം: ദൈവമേ, അങ്ങെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യത്തിലും, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ താലന്തുകളിലും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വസ്തയായി നിൽക്കുവാനുള്ള ദൈവകൃപ കർത്താവ് പകരണമെന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിശ്വസ്തന്മാരെ കണ്ടെത്തുവാൻ വളരെ പ്രയാസമാണ്. 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. പരമാർത്ഥതയിൽ നടക്കുന്നവനാണ് നീതിമാനും. സ്തോത്രം. അവൻ്റെ മക്കൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, അവൻ്റെ ശേഷമാണ് അവരുടെ മക്കൾ കടന്നു വരുന്നത്, അവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദോഷത്തിന് പകരം ചെയ്യും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. സ്തോത്രം. യേശു കർത്താവ് നമുക്കൊരു മാതൃകാ പുരുഷനായി നിൽക്കുകയാണ്. പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒട്ടും തന്നെ ഇല്ലായിരുന്നു. സ്തോത്രം. പകരം വീട്ടുവാൻ കർത്താവ് കടന്നുപോയില്ല. തന്നെ നിന്ദിച്ചവർ, തന്നെ പരിഹസിച്ചവരുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ മിണ്ടാതിരുന്ന് ന്യായമായി വിധിക്കുന്ന ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കത്രേ ചെയ്തത് എന്നാണ് പത്രോസ് ലേഖനത്തിൽ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പകരം കൊടുക്കാതെ, ശകാരിച്ചപ്പോൾ പകരം ശകാരിക്കാതെ, കഷ്ടം സഹിച്ചിട്ടും ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, നിന്നെ യഹോവ രക്ഷിക്കും. നീ കടന്നു പോകുന്ന നിന്ദകൾ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ കർത്താവ് നിന്നെ രക്ഷിക്കും. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്രതികാരം ചെയ്യുവാൻ പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെങ്കിൽ കാത്തിരിക്കുക. നന്മയാൽ തിന്മയെ ക്ഷയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യൻ തന്റെ വഴിയെ എങ്ങനെ ഗ്രഹിക്കാം? ദൈവത്താലാണ് ഓരോ മനുഷ്യന്റെ വഴിയും തിരഞ്ഞെടുക്കപ്പെടുന്നത്, നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യന് തൻ്റെ വഴിയെ ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. നമ്മുടെ ഓരോ കാൽച്ചുവടുകളും, ഓരോ സ്തോത്രം ചവിട്ടുപടികളും ദൈവത്താലാണ് നിയമിക്കപ്പെടുന്നത്. നമ്മുടെ വഴിയെ കർത്താവാണ് നിയമിക്കുന്നത്. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു: മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ മുദ്രയിടപ്പെട്ടവരാണ് നാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അത് യഹോവയുടെ ദീപമാണ്. മനുഷ്യന്റെ ഉള്ളിൽ പകരപ്പെട്ട ആത്മാവ്, അത് ദൈവത്തിന്റെ ദീപം. ഇറ്റ്സ് എ ലൈറ്റ് ഓഫ് ലോർഡ്. ദൈവ സന്നിധാനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം: കർത്താവേ, വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിന് മധ്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. പ്രതികാരം ചെയ്യാതെ യഹോവയെങ്കിൽ കാത്തിരിപ്പാനുള്ള ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.